വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ 7ാം മാസമാണ് കേട്ടോ. അപ്പോൾ കുട്ടി കൊണ്ടുപോയിട്ട് കൊണ്ടാക്കണ ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പം ഇന്ന് തന്നെ കൊണ്ടുപോകണം. വേറെ ആരും ഇല്ല കേട്ടോ, അമ്മ മാത്രമുള്ള, വേറെ ആരും വരുന്നില്ല. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പോവും. ഇന്നത്തെ കുർബാനയ്ക്കൊക്കെ പോയി, കാലത്ത് കുർബാനയ്ക്കൊക്കെ പോയി. ഇനി കുറച്ച് എനിക്ക് പാക്ക് ചെയ്യാനുണ്ട്. കെട്ടും കിടക്കി എടുത്ത് പോവുകയാണ് ഗൈസ്. അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്യാന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ 17ാം തീയതിയാണ് ഞാൻ തിരിച്ചു കൊണ്ടാക്കണത്. 17ാം തീയതി വന്ന് 18ാം തീയതി ഞാൻ പോകും. എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ പാക്ക് ചെയ്തിട്ട് കുറച്ച് സാധനങ്ങൾ ഇന്ന് കൊണ്ടുപോകാം, പിന്നെ ബാക്കി സാധനങ്ങൾ 18ാം തീയതി കൊണ്ടുപോകാം എന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ പള്ളിയിൽ പോയ വിശേഷങ്ങളും കാര്യങ്ങളും കണ്ടിട്ട് വരും. അപ്പോൾ ഞാൻ ഒരു 5:45 എണീറ്റു കേട്ടോ. എണീറ്റിട്ട് കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഈ ഒരു ടോപ്പാണ് കേട്ടോ ഇടുന്നത്. ഒരു ബ്ലാക്ക് ഒരു ടോപ്പാണ് ഇടുന്നത്. ഐലൈനർ എഴുതി, കുറേ നാൾക്ക് ശേഷം ഞാൻ ഐലൈനറൊക്കെ എഴുതുന്നത് കേട്ടോ. ഐലൈനറൊക്കെ എഴുതി കൊടുത്തു. അതുപോലെ തന്നെ NYBയുടെ ഒരു സ്ട്രോപ്പ് ക്രീം ഇട്ട് കൊടുത്തു. പിന്നെ പൊട്ട്, അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആട്ടോ ഞാൻ ചെയ്യണുള്ളൂ. പള്ളിയിലേക്ക് ആയ കാരണം പ്രത്യേകിച്ച് മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ കുങ്കുമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തോ ഇന്ന് തൊടാൻ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് തൊട്ടു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ എപ്പോഴും തൊടണ ഒരു സംഭവമല്ല കേട്ടോ കുങ്കുമം. അപ്പോൾ കാലത്തായ കാരണം എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ഒന്നും മര്യാദയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങോട്ട് തിരിഞ്ഞൊക്കെ ഉറങ്ങുമ്പോഴൊക്കെ ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. എന്നാലും അപ്പോൾ ഞാൻ വേഗമൊക്കെ എണീറ്റു. അങ്ങനെ നേരം വൈകിപ്പിച്ചൊന്നുമില്ല. അങ്ങനെ മുടിയൊക്കെ കെട്ടി. പള്ളിക്കായ കാരണം വലിയ സിമ്പിളായിട്ട് മുടി കെട്ടണം കേട്ടോ. ജസ്റ്റ് പിന്നെ സ്പ്രേ അടിച്ചു. ഞാൻ പോവാട്ടോ. ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിടും, മാറാലും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയിടും, അത്ര തന്നെയുള്ളൂ. പിന്നെ ബാഗ് പാക്ക് ചെയ്യും. ഞാൻ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. പാക്കിംഗ് എന്ന് പറയാനായിട്ട് അപ്പോൾ ഞാൻ ഒരു പെട്ടി ഇട്ടിട്ടുണ്ട്. പെട്ടിയിൽ അപ്പോൾ നല്ല ഡ്രസ്സ് ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് തുറന്നു. ഞാൻ കുറച്ച് സാധനങ്ങൾ ഇതിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സ് ഏകദേശം ഞാൻ പെട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന ഡ്രസ്സായാലും ഞാൻ എല്ലാവരും എടുക്കും കേട്ടോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ. ഇനി പോയി കഴിഞ്ഞാൽ നീ പെട്ടെന്ന് ഇടയ്ക്കെടുത്ത് പോവുക. ഞാൻ എല്ലാ സാധനം പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ പോകും. ഓക്കെ. പിന്നെ ചേട്ടൻ്റെ കുറച്ച് ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പോകും. അത് ഒരു സുഖം. ഞാൻ തിരിച്ചു വരുന്നത് 17ാം തീയതി ആണല്ലോ. 17ാം തീയതി സെക്കൻഡ് സാരി എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരാം. അതാണ് ശരിക്കും ചടങ്ങ്. സെക്കൻഡ് സാരി എടുത്ത് വരുമ്പോൾ ഒത്തിരി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വരണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാധനം കിട്ടാം. അല്ലാണ്ട് വേറെ ഫേസ് ആണെന്ന് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല ഡെയിലി. ബോഡി ലോഷൻ, പിന്നെ ഹിമാലയയുടെ സ്കിൻ ക്രീം, അലോവേര ജെല്ലി, പിന്നെ ഹിമാലയയുടെ ഫേസ് വാഷ്, പിന്നെന്താ ഒരു ടോണർ, പിന്നെ സൺസ്ക്രീൻ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം മരുന്നുകളാണ് കേട്ടോ. വിറ്റാമിൻ്റെയും അയണിൻ്റെയും ഗുളികകളാണ്. ഇത് മറ്റേ മറിയത്തിൻ്റെ ബോഡി ലോഷനാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്, നല്ല മണം. പിന്നെ സെറ്റിംഗ് സ്പ്രേ, ഫൗണ്ടേഷൻ, കോമ്പാക്റ്റ്, പിന്നെ കല്ലുള്ള പൊട്ട്, ഇതിൻ്റെ ബാക്കി സാധനം കാണില്ലേ, സൂചി. സാരിയാണല്ലോ അപ്പോൾ സൂചി. പിന്നെ എന്തിനോ കഴിഞ്ഞിട്ടാണ് പാക്കിങ്ങും കഴിഞ്ഞു. ഉച്ചയ്ക്ക് പോകുന്നുണ്ടായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പോൾ തന്നെ ബാഗും കാര്യങ്ങളൊക്കെ ഇറക്കി വയ്ക്കാന്ന് വെച്ചു. ബാഗും കൂടി ആക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെറ്റായി. ഇതിൽ എൻ്റെ ഹോസ്പിറ്റലിലേക്കുള്ള ഫയൽസും ഞാൻ കൈ പിടിക്കും. അപ്പോൾ ഫയൽസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഈ ബാഗും കൂടി എടുക്കും. ഞാൻ ബാഗ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ എല്ലാവരും. ഞാൻ ബാഗൊക്കെ 3ഉം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബാഗ് റെഡിയായി. കുറച്ച് ഡ്രസ്സ് കഴുകിയിടാണ്ട്, അത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്നത്തെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. താഴേക്ക് പോവാം. ഞാൻ ഇറങ്ങി വഴിക്ക് തന്നെ ഞാൻ ഡ്രസ്സുകളും നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം. അപ്പോൾ അത് ഇറങ്ങി വഴിക്ക് തന്നെ 2 ഡ്രസ്സുള്ളൂ, അധികമൊന്നും ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് പോണ കാരണം ഞാൻ കല്ലുമ്മ ഇട്ടിട്ട് തന്നെ അലക്കുക. അല്ലെങ്കിൽ ഞാൻ വാഷിംഗ് മെഷീനിലാണ് അലക്കാറ് കേട്ടോ. ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ വാഷിംഗ് മെഷീനിലാണ് അലക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ, ബീഫ്, മീൻ,
അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം ബീഫ് നമ്മൾ ഒരു കുറച്ച് നേരത്തെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിക്കനിൽ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ തന്നെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മീനിലും മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനപ്പോൾ എന്ത് ചെയ്തു, അപ്പുറത്ത് മീൻ വറുക്കാനായിട്ട് മീനൊക്കെ എടുത്തിട്ടു. അപ്പോൾ അമ്മ ബീഫ് കറി വെക്കാനായിട്ട് അതിൽ മസാലയും സബോളയും മസാലയും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മീനൊക്കെ റെഡിയായി. അപ്പം അമ്മ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഇത്തിരി നേരത്തെ ഇറങ്ങും, നമ്മൾ ടൈം ഇത്തിരി കൂടി നേരം വൈകിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓട്ടോ ചേട്ടനെ എന്താ ആൾക്കൊരു വാടക വേറെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇത്തിരി നേരത്തെ ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേഗം പണികളൊക്കെ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ആ നേരത്തേക്ക് എന്താ പറയുക, ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ ചിക്കൻ വറക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പുറത്തെ അമ്മ അവിടെ ചോറിൻ്റെ കാര്യം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അത് കഴിഞ്ഞ് സർലാസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തൈരല്ലേ, ഇപ്പോൾ സർലാസ് ഒരു പുളി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷേ തൈരിന് പുളി കുറവായിരുന്നു കേട്ടോ. എന്താണാവോ, തൈര് പുളി കുറവായിരുന്നു. എന്നാലും കുഴപ്പമില്ല, സർലാസ് ഞങ്ങളുടെ ഇവിടെ സബോള ഇടും, അതുപോലെ തന്നെ തക്കാളി ഇടും, കുക്കുംബർ ഇടും. അപ്പം ഞാനിവിടെ തക്കാളി അതുപോലെ തന്നെ സബോള മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കുക്കുംബറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എരിവിനായിട്ട് സാധാരണ മുളക് ഉണ്ടെങ്കിൽ ഇടാം. ഇപ്പോൾ ചീനമുളക് ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അന്ന് അത് ഇടാമെന്ന് വിചാരിച്ചു. അതേപോലെ നമ്മുടെ ചിക്കൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സൂപ്പറായിട്ടുണ്ട് എന്ന്. അങ്ങനെ തൈരൊക്കെ ഞാൻ ഒഴിച്ചു കേട്ടോ. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈരായ കാരണം വലിയ ഒരു ഇതുണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഉപ്പിട്ടു. പിന്നെ വെളിച്ചെണ്ണ, അത് ഇവിടുത്തെ ഒരു രീതി കേട്ടോ, വെളിച്ചെണ്ണ ഒഴിക്കണം കണ്ടിട്ടുള്ളത്. അങ്ങനെ സർലാസൊക്കെ കഴിഞ്ഞു കേട്ടോ, റെഡി ആയിട്ടോ. അപ്പോൾ അത് എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ കിച്ചണൊക്കെ ഏകദേശം ഒരു തീരുമാനമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ ക്ലീനാക്കി ഇടാം, ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞുല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വേഗം എന്ത് ചെയ്യുക, ക്ലീനൊക്കെ ആക്കി ഇട്ടു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം തന്നെ ഒരു 12 ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അമ്മ ചിലപ്പോൾ ഇപ്പോൾ വേഗം തന്നെ എത്തും. അതിൻ്റെ ഇടയിൽ അമ്മ പറഞ്ഞു കറിവേപ്പില പൊട്ടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കേട്ടോ. എന്തിനാണ് പൊട്ടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും അമ്മയൊക്കെ വന്നു. അപ്പം നമ്മൾ വെള്ളം കലക്കി കൊടുത്തു കേട്ടോ. അത് വെള്ളം ഉണ്ടാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. കാരണം ആൾക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ലേറ്റ് ആക്കാൻ നിന്നില്ല, വേഗം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ്, അതുപോലെ തന്നെ ചിക്കൻ വറുത്തത്, മീൻ കറി, മീൻ, അതുപോലെ തന്നെ സർലാസാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മ കുറച്ച് ഫുഡ് ഐറ്റംസ് എനിക്ക് തന്നയച്ചു കേട്ടോ. അതുപോലെ തന്നെ ചായക്കൊന്നും ഞങ്ങൾ ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ ഫുഡ് കഴിച്ച് വേഗം തന്നെ ഇറങ്ങി. അപ്പോൾ ബിസ്ക്കറ്റും അതുപോലെ തന്നെ സംഭവങ്ങളൊക്കെ എനിക്ക് കൊടുത്തയച്ചു കേട്ടോ അമ്മ. അങ്ങനെ ഞങ്ങളൊരു 1:15 ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഇറങ്ങി അവിടെ നിന്ന്. 1:15 കഴിഞ്ഞു ഇറങ്ങുമ്പോൾ. അവിടെ വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ പോയിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞു. 17-ാം തീയതി വരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നമ്മൾ എന്താ പറയുക, ഓട്ടോയിലാണ് പോണത് കേട്ടോ. അപ്പം നമുക്ക് അറിയണ ചേട്ടൻ തന്നെയാണ്, കസിനായിട്ട് വരും. അപ്പോൾ ആളെന്നെ ഇനി വിളിക്കാറ്, എല്ലാ കാര്യത്തിനും ആൾ തന്നെ വിളിക്കാറ്, വേറെ ആരും വിളിക്കാറൊന്നുമില്ല. അപ്പം നമ്മൾ ആളൂർ റോഡ് കൂടിയിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, കുണ്ടും കുഴിയും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനും അമ്മയും കൂടിയിട്ട് നേരെ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയാലും പ്രത്യേകിച്ച് വിശേഷവും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഞാൻ വൈൻഡപ്പും കാര്യങ്ങളൊന്നും അപ്പം തന്നെ അവിടെ വീട്ടിൽ പോയിട്ട് എടുത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലൊക്കെ എത്തി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ഗൈസ്.